ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പ് പരീക്ഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായി കമ്പനി ഉടമ ഇലോൺ മസ്ക് വ്യക്തമാക്കി. മൂന്നാം തവണയും ന്യൂറാലിങ്ക് മനുഷ്യരിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ന്യൂറാലിങ്ക് ഘടിപ്പിച്ചവരെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് മസ്ക് പറയുന്നു. ഇലോൺ മസ്കിന്റെ ബ്രെയിൻ ടെക്നോളജി സ്റ്റാർട്ടപ്പാണ് ന്യൂറാലിങ്ക്. മനുഷ്യരുടെ തലച്ചോറിൽ ടെലിപ്പതി എന്ന ഉപകരണം ഘടിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. രോഗികൾക്ക് അവരുടെ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ നിയന്ത്രിക്കാനാവുമെന്നതാണ് ഉപകരണത്തിന്റെ പ്രത്യേകത. ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവരിലും കൈകാലുകൾ തളർന്നു കിടക്കുന്നവരിലുമാണ് നിലവിൽ ന്യൂറാലിങ്ക് ടെലിപ്പതി പരീക്ഷിക്കുന്നത്. ഇവരുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ ടെലിപ്പതിയിൽ തലച്ചോറിന്റെ പ്രവർത്തനം രേഖപ്പെടുത്താനും ഉത്തേജിപ്പിക്കാനും കഴിവുള്ള തലച്ചോറിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന അൾട്രാ ഫൈൻ ത്രെഡുകളുള്ള ഫിസിക്കൽ കോയിൻ ആകൃതിയിലുള്ള ഉപകരണം ഉൾക്കൊള്ളുകയും അത് ന്യൂറൽ സിഗ്നലുകളെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വർഷം ചുരുങ്ങിയത് 30 പേരിലെങ്കിലും 20 മുതൽ 30 പേരിലെങ്കിലും ചിപ്പ് ഘടിപ്പിക്കാനാണ് പദ്ധതിയെന്നും മസ്ക് വ്യക്തമാക്കി. ലാസ് വേഗസിൽ നടന്ന പരിപാടിയിലാണ് മസ്ക് ന്യൂറാലിങ്കിനെ കുറിച്ച് വിശദമായി പറഞ്ഞത്. ന്യൂറാലിങ്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മനുഷ്യ മസ്തിഷ്ക ശേഷികളും ചേർത്തുകൊണ്ടുള്ള ധീരമായ ശ്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് പ്രോഗ്രാമാണ്. മനുഷ്യ മസ്തിഷ്കവും കമ്പ്യൂട്ടറുകളും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഒരു ഉപകരണം വികസിപ്പിക്കുക എന്നതാണ് ന്യൂറാലിങ്കിന്റെ ലക്ഷ്യം. അതായത് ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്. തലച്ചോറിന്റെ ബാഹ്യ ഉപകരണങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിച്ച് പാർക്കിൻസൺസ് പോലുള്ള ന്യൂറോളജിക്കൽ രോഗങ്ങൾ ചികിത്സിക്കുകയും അങ്ങനെ മനുഷ്യന്റെ അറിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എന്നുവെച്ചാൽ മനുഷ്യനും കൃത്രിമ ബുദ്ധിയും പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുന്ന കണ്ടുപിടുത്തം. അങ്ങനെയാണ് വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ തലച്ചോറിൽ ഇംപ്ലാന്റ് ചെയ്യാവുന്ന ഒരു ചിപ്പ്, അതായത് ന്യൂറാലിങ്ക് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ന്യൂറൽ പ്രവർത്തനങ്ങളെ നേരിട്ട് ടെക്സ്റ്റ് ഫോമിലാക്കുന്നതിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ BCI റിസർച്ച് പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ആളുകളെ ആദ്യമായി സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് ന്യൂറാലിങ്ക് ആണ്. പക്ഷാഘാതം, ALS തുടങ്ങിയ അവസ്ഥകളെ ചികിത്സിക്കാൻ സഹായിക്കുന്ന ബ്രെയിൻ ഇംപ്ലാന്റുകൾ വികസിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ വളർന്നുവരുന്ന ഗ്രൂപ്പുകളിലൊന്നാണ് ന്യൂറാലിങ്ക്. തളർവാദ രോഗികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ ലളിതമായി ഉപയോഗിക്കാവുന്ന കഴിവ് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഉപകരണമാണ് ന്യൂറാലിങ്ക്. ഇലോൺ മസ്കും ഒരു കൂട്ടം എഞ്ചിനീയർമാരും ചേർന്ന് 2016 ന്യൂറാലിങ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫണ്ടിംഗ് മുഴുവൻ മസ്കിന്റേതാണ്. തലയോട്ടിക്കുള്ളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ബ്രെയിൻ ചിപ്പ് ഇന്റർഫേസും ഇത് നിർമ്മിക്കുന്നുണ്ട്. വികലാംഗരായ രോഗികളെ വീണ്ടും ചലിപ്പിക്കാനും ആശയവിനിമയം നടത്താനും കാഴ്ച പുനഃസ്ഥാപിക്കാനും ഇത് സഹായിക്കുമെന്ന് മസ്കിന്റെ കമ്പനി പറയുന്നു. 2016 കാലിഫോർണിയയിൽ മെഡിക്കൽ ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തതാണ് ന്യൂറാലിങ്ക് കമ്പനി. തുടക്കത്തിൽ അമ്യോട്രോഫിക് ലാറ്ററൽ സ്കെലറോസിസ് പോലുള്ള കടുത്ത പ്രശ്നം തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നവരെ സഹായിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇതിനുള്ളത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2030 മുൻപ് 22,000-ഓളം പേരിൽ ന്യൂറാലിങ്ക് പരീക്ഷണം നടത്തുമെന്നാണ് മസ്കിന്റെ ജീവചരിത്രകാരന്മാരിൽ ഒരാളായ ആഷ്ലി വാൻസിന്റെ വിലയിരുത്തൽ.